നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ, രക്ഷാപ്രവർത്തനം ഊർജിതമെന്ന് മുഖ്യമന്ത്രി. കള്ളാടി മണ്ണിടിച്ചിലിൽ തിരച്ചിൽ തുടരുന്നു. അതിയന്നൂരിൽ ഇനി സ്മാർട്ട് വില്ലേജ് ഓഫീസ്. 100 ദിന കർമ്മ പദ്ധതികൾ നിരീക്ഷിക്കാൻ ഓപ്പൺ പോർട്ടൽ. വാർത്തകൾ വിശദമായി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ 2 പേർ മരിച്ചതായും 7 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കാണാതായവരിൽ അധികവും പ്രദേശത്ത് ജോലി ചെയ്തിരുന്ന തൊഴിലാളികളാണെന്നാണ് പ്രാഥമിക വിവരം. രക്ഷാപ്രവർത്തനങ്ങൾ വിവിധ സേനകളുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മീനങ്ങാടിയിൽ നിന്നുള്ള NDRF സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള അംഗങ്ങളും ഉടൻ എത്തും. സംസ്ഥാന പോലീസും ഫയർഫോഴ്സും നിലവിൽ സ്ഥലത്തുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള ഡിഫൻസ് സെക്യൂരിറ്റി ഫോഴ്സിനെയും സജ്ജമാക്കിയിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്യുന്നതിനായി 8 എക്സ്കവേറ്ററുകൾ സ്ഥലത്ത് വിന്യസിച്ചിട്ടുള്ളതിനാൽ ഉപകരണങ്ങളുടെയോ സേനയുടെയോ അഭാവം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപകട സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. തുടർന്ന് പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കരാറുകാർക്ക് അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല. ഹൈവേ നിർമ്മാണത്തിൽ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന പരാതിയും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നയപ്രകാരം പ്രദേശത്ത് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ മഴയാണ് ലഭിച്ചത്. ദുരന്ത സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി റവന്യൂ മന്ത്രി AP അനിൽകുമാറിനെയും കൃഷിമന്ത്രി T സിദ്ദീഖിനെയും നിയോഗിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങളും തുടർ നടപടികളും ഏകോപിപ്പിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മീഷണർ H ദിനേശൻ, റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി K ജീവൻ ബാബു, ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് തുടങ്ങിയവരുമായുള്ള അടിയന്തര യോഗത്തിന് ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മന്ത്രിമാരായ AP അനിൽകുമാർ, അഡ്വക്കേറ്റ് T സിദ്ദീഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. മീനാക്ഷി പാലത്തിനോട് ചേർന്നുള്ള തകർന്ന പള്ളിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യത്തെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി എംബാമിങ്ങിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. NDRFന്റെ 70 അംഗ സംഘത്തിനൊപ്പം അഗ്നിശമന സേനയുടെ 110 അംഗങ്ങളും സംസ്ഥാന പോലീസിലെ 100ഓളം ഉദ്യോഗസ്ഥരുമാണ് തിരച്ചിൽ നടത്തിയത്. 12ഓളം ഹിറ്റാച്ചി, JCB എന്നിവ ഉപയോഗിച്ചാണ് വിവിധ മേഖലകളിലായി ഒരേ സമയം മണ്ണ് നീക്കി പരിശോധന നടത്തിയത്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ദുർബല പ്രദേശങ്ങളിൽ നിന്നും 48 കുടുംബങ്ങളിലെ 129 പേരെ മേപ്പാടി പോളിടെക്നിക് കോളേജിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 47 പുരുഷന്മാരും 48 സ്ത്രീകളും 34 കുട്ടികളുമാണ് ഉള്ളത്. മഴയെ തുടർന്ന് ചീരാൽ വില്ലേജിലെ കല്ലിങ്കര ഗവൺമെന്റ് UP സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ 9 കുടുംബങ്ങളിൽ നിന്നുള്ള 31 പേരാണുള്ളത്. 13 പുരുഷന്മാരും 11 സ്ത്രീകളും 3 കുട്ടികളുമാണ് ക്യാമ്പിലുള്ളത്. കള്ളാടി മണ്ണിടിച്ചിൽ, മേപ്പാടി ചുരൽമല റൂട്ടിൽ കാർഷിക ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾക്ക് അനുമതി. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 8, 9, 10, 11, 12 വാർഡുകളിലെ തേയില കർഷകർ സംഭരിക്കുന്ന തേയില മേപ്പാടി ചുരൽമല റോഡ് മാർഗം കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കും അവശ്യ സർവീസുകളായ പാൽ, പത്രം, ആംബുലൻസ് എന്നിവയ്ക്കും ഗതാഗത നിയന്ത്രണത്തിൽ ഇളവ് നൽകി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. കള്ളാടി തുരങ്കപാത പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് മേപ്പാടി ചുരൽമല റോഡിലൂടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്തും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് അടിയന്തര പ്രാധാന്യമുള്ള 7 വിഭാഗങ്ങളിലായി കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. 25,000 തരം മാറ്റ അപേക്ഷകൾ തീർപ്പാക്കുന്നു. ഭൂരഹിതർക്ക് പട്ടയം. സംസ്ഥാന വ്യാപകമായി പട്ടയമേളകൾ. ഡിജിറ്റൽ സർവേ പൂർത്തിയായ 227 വില്ലേജുകളിൽ ശേഷിക്കുന്ന 50,000 LRM പരാതികൾ തീർപ്പാക്കുന്നു. എല്ലാ റവന്യൂ ഓൺലൈൻ പോർട്ടലുകളുടെയും സംയോജനത്തിലൂടെ ഒരു സിംഗിൾ സൈൻ ഓൺ സംവിധാനം നടപ്പിലാക്കും. റവന്യൂ ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ആകുന്നു. 9 സ്മാർട്ട് വില്ലേജുകൾ പൂർത്തീകരിക്കും.
5 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ കൂടി നിർമ്മാണം ആരംഭിക്കും. അമിതമായ അടിസ്ഥാന വില ഉള്ള ഭൂമിയുടെ സ്ഥല പരിശോധന സമയബന്ധിതമായി പൂർത്തിയാക്കും. ഭൂ ഉടമകളുടെ ഡിജിറ്റൽ റീസർവേ സംബന്ധിച്ചിട്ടുള്ള സംശയ നിവാരണങ്ങൾക്ക് വേണ്ടി ഒരു AI ചാറ്റ് ബോട്ട് സിസ്റ്റം ആരംഭിക്കും. അതിയന്നൂരിൽ ഇനി സ്മാർട്ട് വില്ലേജ് ഓഫീസ്. സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നെയ്യാറ്റിൻകര അതിയന്നൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം നാടിന് സമർപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിൽ ഭൂരിഭാഗം വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് ഓഫീസുകളായി മാറിയെന്നും കുറച്ച് വർഷത്തിനുള്ളിൽ പൂർണ്ണമായും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുള്ള ജില്ലയായി തിരുവനന്തപുരം മാറുമെന്നും ജില്ലാ കളക്ടർ അനുകുമാരി പറഞ്ഞു. നിലവിൽ ജില്ലയിലെ 124 വില്ലേജ് ഓഫീസുകളിൽ 78 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറി. മറ്റുള്ളവ മാറ്റത്തിന്റെ പാതയിലാണെന്നും 16 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ കൂടി പ്രവൃത്തികൾ ഉടൻ തുടങ്ങുമെന്നും ജില്ലാ കളക്ടർ കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിന്റെ സ്പെഷ്യൽ അസിസ്റ്റന്റ് സ്കീം ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയുടെ ധനസഹായത്തോടെ 45 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ സ്മാർട്ട് വില്ലേജ് മന്ദിരം പൂർത്തിയാക്കിയത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ആകെ 954 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടത്തിൽ വില്ലേജ് ഓഫീസർ റൂം, റെക്കോർഡ് റൂം, ഓഫീസ് ഹാൾ, വെയിറ്റിംഗ് ഏരിയ, ബാരിയർ ഫ്രീ ടോയ്ലറ്റ്, ഡൈനിങ് ഏരിയ, വാഷ് ഏരിയ, റാമ്പ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ട്രിക് പ്രവൃത്തികൾക്കായി 4 ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് പ്രവൃത്തികൾക്കായി 1.5 ലക്ഷം രൂപയും ചെലവായി. ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ ആയിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അതിയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 100 ദിന കർമ്മ പദ്ധതികൾ നിരീക്ഷിക്കാൻ ഓപ്പൺ പോർട്ടൽ. 100 ദിന കർമ്മ പദ്ധതികളുടെ പുരോഗതി പൊതുജനങ്ങൾക്ക് നിരീക്ഷിക്കാനായി ഓപ്പൺ പോർട്ടൽ ആരംഭിക്കാൻ തീരുമാനിച്ചതായി മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വയനാട്ടിൽ കള്ളാടിയിൽ ഉണ്ടായ ദുരന്തത്തെക്കുറിച്ചും ദുരന്ത സാധ്യതകളെക്കുറിച്ചും സാങ്കേതിക നിയമപര തലങ്ങളിൽ 2 ഘട്ടങ്ങളിലായി അന്വേഷണം നടത്തും. ദുരന്ത സ്ഥലത്തിന് മുകളിലായി മറ്റൊരു ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന പ്രാഥമിക റിപ്പോർട്ടുകളും പരിശോധിക്കും. തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച പരിസ്ഥിതി മാനദണ്ഡങ്ങൾ കരാറുകാർ പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും പ്രത്യേക അന്വേഷണം നടത്തും. അപകട സാധ്യതകൾ പൂർണ്ണമായി വിലയിരുത്തിയ ശേഷമേ നിർത്തിവെച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. അവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായത്തിനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു.